അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പറയുന്നത്, നമ്മളിതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങളൊക്കെ ഓരോ സെക്കൻഡുകളും അല്ലാഹു നമുക്ക് നാളെ ഉപകാരപ്പെടുന്ന ഒരു പുണ്യമാക്കി സ്വീകരിക്കട്ടെ. നല്ലത് പറഞ്ഞതുകൊണ്ടും പ്രചരിപ്പിച്ചതുകൊണ്ടും ഷെയർ ചെയ്തതുകൊണ്ടുമൊക്കെ അതിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും ധാരാളം നന്മകൾ നൽകട്ടെ. ഐശ്വര്യവും കാരുണ്യവും ബർക്കത്തും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വിഷയം കൊടുംചൂടും കുടിനീരും എന്ന ഒരു വിഷയത്തെ അധികരിച്ചു കൊണ്ടുള്ള ഒരു ചർച്ചയാണ്, ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരോട് ഇന്ന് നടത്തുന്നത്. പ്രിയമുള്ളവരെ, ആദ്യമായി പറയാനുള്ളത്, ഈ ഒരു കാര്യം, ഈ ഒരു സന്ദേശം ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യൽ തന്നെ ഒരു കാര്യമാണല്ലോ. അഥവാ കൊടും ചൂടാണല്ലോ ഇപ്പോൾ, നല്ല ചൂടാണ് ഉച്ചക്കൊക്കെ, പകലും രാത്രികളിൽ പോലും ചില നാടുകളിൽ കഠിനമായ ചൂട് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഈ കഠിനമായ ചൂടുള്ള ഈ ഒരു സമയത്ത് എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവികളും ദാഹിച്ച് കഷ്ടപ്പെടുന്നൊരു സമയമാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മളെയൊക്കെ പല സ്ഥലങ്ങളിലും പല വീടുകളിലും ഒക്കെ പല ടൗണുകളിലുമൊക്കെ കുടിവെള്ളം വെച്ചിട്ടുണ്ടാവും. അത് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു മഹത്വം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണല്ലേ. കുടിവെള്ളം കൊടുക്കുന്നതിന്, ഒരാൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതിന് ഇസ്ലാം മതം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിലേക്കാണ് നിങ്ങളുടെ ഒരു ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത്. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് കാണാം. അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, നബിയെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മി മാത്തത്ത് അഫ അതസദ്ദഖു അൻഹ, ഞാൻ ആ ഉമ്മാക്ക് പകരം എന്തെങ്കിലും ധർമ്മം ചെയ്താൽ അത് പറ്റുമോ ഇല്ലയോ? അതാണ് ചോദിച്ചത്. അഥവാ മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മാക്ക് പ്രതിഫലം കിട്ടാൻ ഞാൻ എന്തെങ്കിലും ധർമ്മം കൊടുത്താൽ അതിൻ്റെ കൂലി ഉമ്മാക്ക് കിട്ടുമോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഹദീസിൻ്റെ അർത്ഥം അതാണ്. കാരണം ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ധർമ്മം കൊടുത്താൽ കൂലി കിട്ടൂല എന്നുള്ള വിഷയത്തിൽ ആർക്കും അഭിപ്രായമില്ല. ഓരോരുത്തർക്കും ധർമ്മം കൊടുത്താൽ അതിൻ്റെ കൂലി കിട്ടും. അപ്പോൾ പിന്നീട് പ്രത്യേകം ചോദിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മാക്കൊന്നും വല്ലാതെ ധർമ്മം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് പ്രതിഫലം കിട്ടാൻ ഞാൻ ധർമ്മം കൊടുത്താൽ മതിയോ എന്നാണ് പുണ്യനബി തങ്ങളോട് ചോദിക്കേണ്ടത്. അപ്പോൾ മരണപ്പെട്ടവരുടെ പേരിൽ നമ്മൾ ആണ്ട് 7, 14 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന തെളിവാണിത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അതെ, ധർമ്മം ചെയ്യണം എന്നാ പറഞ്ഞ നബി തങ്ങൾ. വീണ്ടും ഞാൻ ചോദിച്ചു, ഫഅയ്യു സ്വദഖത്തിൻ അഫ്ളലു, ഏതാണ് നബിയെ ഏറ്റവും മഹത്തായ ധർമ്മം ഏതാണ് എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. അടുത്ത ചോദ്യമാണ്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, സഖിയുൽ മാ, വെള്ളം കുടിപ്പിക്കുക. ആളുകൾക്ക് വെള്ളം കൊടുക്കലാണ് ഏറ്റവും നല്ല കൂലി. കാരണം അത്ര വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യമാണ് അറേബ്യക്ക് എന്നുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്.
അവിടുത്തെ കുടിവെള്ളത്തിന്, അവിടുത്തെ വെള്ളത്തിന് വലിയ കാശാ. പെട്രോളിന് ചിലപ്പോൾ അത്ര പൈസ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ വെള്ളത്തിന് വലിയ പ്രയാസം നേരിടുന്ന ഒരുപാട് സ്ഥലങ്ങൾ ലോകത്തുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രദേശമാണ് അറേബ്യൻ നാട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞെന്താ, വെള്ളം കുടിപ്പിച്ചോളി, നിങ്ങൾ ആളുകൾക്ക് വെള്ളം കൊടുത്തോളി എന്നാ പറഞ്ഞത്. ഇത് മുഹമ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അറേബ്യയിലെ പുതിയ ആശയക്കാർ പോലും അവർ വലിയ പണ്ഡിതനായി കാണുന്ന, അവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അൽബാനി. ആ അൽബാനി പോലും ഈ ഹദീസ് സ്വഹീഹാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് പകരം നമ്മൾ ധർമ്മം കൊടുത്താൽ, മക്കളോ പേരക്കുട്ടികളോ മരുമക്കളോ ജ്യേഷ്ഠനോ അനുജനോ ബാപ്പയോ ഉമ്മയോ അവരെ ആരെങ്കിലും അവരുടെ ഇഷ്ടജനങ്ങൾ ധർമ്മം കൊടുത്താൽ അതിൻ്റെ കൂലി അവർക്ക് കിട്ടും. ആണ്ട് കഴിച്ചാൽ അവർക്കതിൻ്റെ കൂലി കിട്ടും എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യർ എന്ന് മാത്രമല്ല ഏത് ജീവികൾക്ക് നമ്മൾ വെള്ളം കൊടുത്താലും കൂലി കിട്ടും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന ഒരു കഥയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയിലുള്ള കഥയാണ്. അത് തള്ളിക്കളയേണ്ട കഥയല്ല. അഥവാ റസൂലുള്ളാഹി തങ്ങൾ ഒരാളുടെ ഒരു ചരിത്രം പറയാം. മുൻകാലത്ത് കഴിഞ്ഞു പോയ ഒരാൾ മനുഷ്യനിങ്ങനെ വിജനമായ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യന് കഠിനമായ ദാഹം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം വഴിയിൽ ഒരു കിണർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു കിണർ കണ്ടത്. ആ കിണറിലേക്ക് അദ്ദേഹം കഷ്ടപ്പെട്ട് ഇറങ്ങി വെള്ളം എടുത്തു കുടിച്ചു. പക്ഷെ കിണറ്റിൻ്റെ പുറത്ത് വന്നപ്പോഴാണ് ഒരു നായ നനഞ്ഞ മണ്ണ് ഇങ്ങനെ നക്കുന്നത് കണ്ട്. കഠിനമായ ദാഹം കൊണ്ട് ഒരു നായ, നമ്മുടെ ശാഫിഈ മദ്ഹബ് പ്രകാരം നായ എന്ന് പറയുന്നത് മുഗല്ലദായ നജസാണ്. ആ ഗൗരവമേറിയ നജസാണ്, ഏറ്റവും ഗൗരവമുള്ള നജസാണ്. നജസ് 3 വിഭാഗമുണ്ട്. മുഗല്ലദായ നജസുണ്ട്, ഏറ്റവും കനം കുറഞ്ഞ നജസ്സുണ്ട്. ഇത് കനം കൂടിയ നജസാണ് നായ. 7 വട്ടം കഴുകണം, അതിലൊരു മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം, അങ്ങനത്തെ നായ. ആ നായ മണ്ണ് ഇങ്ങനെ നക്കുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യന് ബോധ്യമായി, പടച്ചോനെ എനിക്ക് ദാഹിച്ചപ്പോൾ എന്തേനു സ്ഥിതി. ആ ഒരു ദാഹം ഈ ജീവിക്കുണ്ടല്ലോ, ഇതൊരു ജീവിയാണല്ലോ, പടച്ചോൻ്റെ ഒരു പടപ്പാണല്ലോ ഇത് എന്നു മനസ്സിലാക്കി ആ മനുഷ്യൻ വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങി. അദ്ദേഹം തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ചു. ഹദീസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വായ കൊണ്ട് ആ ഷൂ കടിച്ച് പിടിച്ച് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് കിണറ്റിൽ നിന്ന് കയറി എന്നർത്ഥം. എന്നിട്ട് ആ നായക്ക് വെള്ളം കുടിപ്പിച്ചു. മുത്തുനബി തങ്ങൾ പറയാണ്, ഇത് ചെയ്ത കാരണത്താൽ ഈ മനുഷ്യൻ അല്ലാഹ് പുറത്തു കൊടുത്തു. അല്ലാഹ് പുറത്തു കൊടുത്തു. അപ്പോഴാണ് സഹാബത്ത് ചോദിച്ചത്, യാ റസൂലല്ലാഹ് വ ഇന്നലനാ ഫിൽ ബഹായിമി അജ്റ, നബിയെ മൃഗങ്ങൾക്ക് കൊടുത്താലും കൂലി കിട്ടുമോ നബിയെ? മൃഗങ്ങൾക്ക് കൊടുത്താലും കൂലി കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞു, ഫീ കുല്ലി കബ്ദിൻ റുത്ബത്തിൻ അജുർ, ഏതൊരു പച്ചയായ കരളിലും നിങ്ങൾക്ക് കൂലിയുണ്ട്. ഏതൊരു ജീവിക്ക് കൊടുത്താലും കൂലിയുണ്ട്, ഏതൊരു ജീവിയും. ഇതിപ്പോൾ നായാണല്ലോ, നായേക്കാൾ പന്നി അത് ഗൗരവമായ നജസ്സാണ്. ആ നായക്ക് കൊടുത്തിട്ടാണ് കൂലി കിട്ടിയത്. മറ്റുള്ള ജീവികൾക്ക് കൊടുത്താൽ ഏതായാലും കിട്ടുമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു ജീവിക്ക് നമ്മൾ വെള്ളം ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ കൂലി കിട്ടും. കാരണം അതൊക്കെ സ്വതക്കയാണ്, അതൊക്കെ സ്വതക്കയാണ്. വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ. പരിശുദ്ധമായ ഹറം ഷരീഫിൽ അങ്ങ് ചെന്ന് നോക്കിയാൽ മക്കത്തും മദീനത്തൊക്കെ സുലഭമായിട്ട് വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും. മക്കയിൽ പള്ളിയുടെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ സംസം ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. പോരാ മതിയാത്തതിന് അവിടുത്തെ ജോലിക്കാർ പ്രത്യേകം, അവിടെ ഗവൺമെൻറ് ശമ്പളം കൊടുത്ത് നിശ്ചയിച്ച ജോലിക്കാർ അവർ ചെയ്യുന്ന ഒരു പുണ്യം നോക്കൂ നിങ്ങൾ. അവരിങ്ങനെ
കഠിനമായ ചൂടുള്ള സമയത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ, നോമ്പല്ലാത്ത കാലങ്ങളിലൊക്കെ അത് കുടിക്കാൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഗ്ലാസും അതുപോലെ അതിനുള്ള ഡബ്ബയുമായി ഇങ്ങനെ നടക്കും. എന്നിട്ട് തവാഫ് ചെയ്യുന്നവർക്ക് വെള്ളം ഇങ്ങനെ കൊടുക്കും. വലിയൊരു പ്രതിഫലം. മാത്രമല്ല ആളുകൾ സേവനം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഉംറക്ക് പോയ ആളുകൾ അവർ തന്നെ സ്വയം സേവകരായി മാറും. ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ അവർ തന്നെ വലിയ താല്പര്യം കാണിക്കും. അതൊക്കെ കൂലിയുള്ള കാര്യമല്ലേ? ഇത്രമാത്രം കൂലിയാണ്. അവിടെ കുടിച്ച് സംസം കുടിക്കുന്ന എത്ര ലിറ്ററാണ് ഓരോ ദിവസവും ആളുകൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം സംസം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ അവിടെ എത്തി കുടിക്കാൻ. പ്രിയം, അതൊക്കെ സ്വതക്കയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, തസദ്ദഖൂ ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ സ്വതക്ക ചെയ്തോളൂ, നിങ്ങൾക്ക് നന്മ കിട്ടും. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ അവരെ പുകഴ്ത്തിയിട്ടാ പറഞ്ഞു, അല്ലദീന യുംഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറം വഅലാനിയ. രഹസ്യമായും പരസ്യമായും രാവിലും പകലിലും അവർ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ, നല്ലവർ. അവർക്ക് ഫലവും അജ്റും ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ബഖറയുടെ 274 ആയത്തിൽ കാണാം. ഈ 2 ആയത്തുകളും സൂറത്തുൽ ബഖറയിലുള്ളതാണ്. വീണ്ടും ഖുർആൻ പറഞ്ഞു, തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ വഇൻ തുഖ്ഫൂഹാ وتؤتوا الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير. സദക്ക അത് രഹസ്യമായി ചെയ്താൽ, അത് അർഹതപ്പെട്ട ആളുകൾ കൊടുത്താൽ, സക്കാത്തും സദക്കയൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. സക്കാത്ത് നിർബന്ധമാണ്, സദക്ക സുന്നത്താണ്. മാത്രമല്ല സദക്ക ചെയ്യുന്നത് അത് പരസ്യമാക്കരുത്. ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ കൂലില്ല. സദക്ക വളരെ രഹസ്യമാക്കി ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കുടിവെള്ളം അതിപ്പോൾ അവിടെ വ്യക്തമായിട്ട് അവിടെ വെക്കുമ്പോൾ നമുക്കത് എന്താ പറയണത്, അതിൻ്റെ അത് ചിലപ്പോൾ ആൾ കണ്ടാലും അറിഞ്ഞാലൊന്നും പ്രശ്നമല്ല. കാരണം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് മറ്റൊരാൾ കാണാനാണ് എന്നുള്ള ഒരു ഉദ്ദേശം ഇല്ലാതിരുന്നാൽ മതി. ഇത് മറ്റൊരാൾ, ഞാൻ ധർമ്മം ചെയ്യുന്നവനാണെന്ന് മറ്റൊരാൾക്ക് അറിയാൻ അല്ലെങ്കിൽ മറ്റൊരാളെ അറിയിക്കാനാണ് എന്നുള്ള ഉദ്ദേശമില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണൽ കൊടുക്കും. അതിലൊരു കൂട്ടം ആളുകളെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത്, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാത്ത അത്രയും സ്വതക്ക രഹസ്യമാക്കി വെക്കുന്ന സ്വതക്ക ചെയ്യുന്ന മനുഷ്യനിക്ക് നാളെ അള്ളാഹു അർശിൻ്റെ തണൽ കൊടുക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. കാരണം മാത്രമല്ല സ്വതക്ക ചെയ്യുമ്പോൾ നമ്മളുടെ ദോഷങ്ങളൊക്കെ പുറത്തു പോകുന്നു. മാത്രമല്ല ആ ദോഷം എങ്ങനെയാണ് പൊറുക്കുക? അസ്വദഖതു തുത്ഫിഉൽ ഖതിയ കമാ യുത്ഫിഉൽ മാഉ വന്നാർ. വെള്ളം തീയിനെ കെടുത്തിക്കളയുന്ന പോലെ ദോഷത്തെ കെടുത്തിക്കളയുന്ന കാര്യമാണ് സദക്ക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണൊക്കെ അതതിൻ്റെ ആ ഒരു രഹസ്യ സ്വഭാവത്തോടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊക്കെ കാണൂലേ, ആളുകൾ കൊടുക്കണത് കാണൂലേ, കുഴപ്പമില്ല. നമ്മളൊരാൾക്ക് വെള്ളം കൈമാറുന്നത്, ഭക്ഷണം കൈമാറുന്നത് അത് മറ്റൊരാൾ കണ്ടു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് മറ്റൊരാൾ കാണട്ടെ, ഞാനൊരു ധർമ്മം ചെയ്യുന്നവനാണ്, ഞാനൊരു പിശുക്കനൊന്നും അല്ല, ഞാൻ ധർമ്മം കൊടുക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാനാണ് എന്നുള്ള ഉദ്ദേശം, ആ ഒരു ഉദ്ദേശം ഇല്ലാതിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട്
വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൂലിയുള്ള കാര്യമാണ്. ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു കാര്യം തുത്ഇമു തുആമ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൽ നല്ല കാര്യമാണ്. മാത്രമല്ല നമ്മൾ ഒരാൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ജീവി, ആ ജീവിക്ക് ഭക്ഷണം വെള്ളം കൊടുക്കുക എന്നുള്ള കൂലിയുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അതിന് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതും നമുക്ക് നല്ല കാര്യമാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി ഒരു ജീവിക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ അതിനെ കെട്ടിയിട്ട് അതിനെ ബുദ്ധിമുട്ടിച്ചാൽ, അങ്ങനെ അത് കഷ്ടപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. റസൂലുള്ള ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞു, ഉദ്സിബത്ത് ഇംറഅത്തുൻ ഫീ ഹിർറത്തിൻ ഹബസത്ഹാ ഹത്താ മാതത് ജൂഅ. റസൂലുള്ള പറഞ്ഞു, ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു ഒരു പൂച്ചയുടെ കാര്യത്തിൽ. ഒരു പൂച്ചയുടെ വിഷയത്തിൽ ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ ആ പെണ്ണിൻ്റെ കാര്യം റസൂലുള്ള പറഞ്ഞു, ആ പെണ്ണ് ഹബസത്ഹാ ഹത്താ മാതത് ജൂഅ, വിശപ്പിനാൽ ആ പൂച്ച ആ കെട്ടിയിട്ട അവസ്ഥയിൽ മരണപ്പെട്ടു. ഫദഖലത്ത് ഫീ അന്നാർ, ആ പെണ്ണ് ഇത് കാരണം നരകത്തിൽ പ്രവേശിച്ചു. നല്ല നിസ്കാരവും നോമ്പൊക്കെ ഉള്ള ആളായിരിക്കും, ധർമ്മമൊക്കെ ഉള്ളതായിരിക്കും. പക്ഷേ ഈ ഒരു പൂച്ചയെ കെട്ടിയിട്ടിട്ട് അതിനൊന്നും കൊടുത്തില്ല. ആ കെട്ടിയിട്ട അവസ്ഥയിൽ ആ പൂച്ച ചത്തുപോയി. കാരണം ആ പൂച്ച അയച്ചു വിടുകയാണെങ്കിൽ ആ പൂച്ച എന്തെങ്കിലുമൊക്കെ തേടിപ്പിടിച്ച് ഭക്ഷിക്കുമായിരുന്നു. അതിന് അവസരം കൊടുത്തില്ല. അങ്ങനെ ഈ പെണ്ണ് ആ പൂച്ചയെ കെട്ടിയിട്ട കാരണത്താൽ ആ അവസ്ഥയിൽ മരണപ്പെടുകയും ചെയ്തപ്പോൾ പെണ്ണിന് നരകം കിട്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. കാരണം അതൊരു അക്രമല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത്തഖുല്ലുൽമ, അക്രമത്തെ സൂക്ഷിക്കണം. ഫഇന്ന ളുൽമ ളുലുമാതു യൗമിൽ ഖിയാമ, അക്രമം ഇരുട്ടാണ്. അക്രമത്തിനൊരു ഒരു നന്മയില്ല. മാത്രമല്ല ആക്രമിച്ചോലെ അള്ളാഹു കഠിനമായ ശിക്ഷ കൊടുക്കും. വമൻ യദ്ലിം മിൻകും നുദിഖു അദാബൻ കബീറ. ഖുർആൻ പറയാണ്, ഒരാൾ ആക്രമിച്ചാൽ അവന് വലിയ ശിക്ഷ തന്നെ നാം കൊടുക്കും. വലിയ ശിക്ഷ കൊണ്ട് നാം അവനെ രുചിപ്പിക്കും. മാത്രമല്ല കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരു സദസ്സിൽ ഒരു സാധനം നമ്മൾ കുടിക്കാൻ കൊടുക്കുമ്പോൾ, നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? വലത് ഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത്. റസൂലുള്ള പറഞ്ഞു, കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് റസൂലുള്ള ആരംഭിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഭാഗത്ത് ഒരു കുട്ടിയുണ്ട്. റസൂലുള്ളാഹിൻ്റെ വലത്ത് ഭാഗത്ത്, ഇടത് ഭാഗത്തൊക്കെ പ്രായമുള്ളവരാണ്. കാരണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം. എന്നാൽ പ്രായമുള്ളവർക്ക് ബഹുമാനം കൊടുത്താൽ ഇവിടെ വലത്തേതിനെ പരിഗണിക്കാൻ കഴിയൂല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ കുട്ടിയോട് ചോദിച്ചു, പൊന്നു മോനെ, യാ ഗുലാം ഇതല്ലി അന്നൂത്തിയലഷിയ, ഈ പ്രായമുള്ള ആൾക്ക് ഞാൻ ഇത് ആദ്യം കൊടുക്കാൻ ഇഷ്ടപ്പെടുമോ, സമ്മതിക്കുമോ? കുട്ടി പറഞ്ഞു, മാ കുന്തുല ലഊസിറു ബിനസീബി മിൻക ഹദാ യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയിൽ നിന്ന് കിട്ടുന്നൊരു സാധനം അതിൻ്റെ ആ ഒരു ബർക്കത്ത് കിട്ടാൻ, അതിൻ്റെ ഒരു പുണ്യം കിട്ടാൻ അതെനിക്ക് ഏറ്റവും അവകാശപ്പെട്ടതാ. അത് ഞാൻ ആർക്കും കൊടുക്കൂല നബിയെ. എനിക്ക് അവർക്ക് കൊടുക്കണീന് വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷേ അങ്ങയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അതൊരു പുണ്യം, ആ പുണ്യം ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. അത് എനിക്ക് തന്നെ ആദ്യം കിട്ടണം നബിയെ. അതൊരു പുണ്യമാണല്ലോ, ബർക്കത്താണല്ലോ, അതെനിക്ക് തന്നെ കിട്ടണം എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ നബി തങ്ങൾ ആ കുട്ടിക്ക് നബി തങ്ങൾ കൊടുത്തു. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അല്ലൈമനൂൻ, വലതുകാരെ വലത് ഭാഗത്തുള്ളവരെ നിങ്ങൾ മുന്തിക്കണം എന്ന് റസൂലുള്ളാഹി പറയാറുണ്ട്. മാത്രമല്ല അതുകൊണ്ട് കുടിവെള്ളം തടയുക വലിയ അക്രമമാണ്, വലിയ തെറ്റാണ്. വെള്ളം കൊടുക്കാതിരിക്കുക. ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. ചിലപ്പോൾ അടുത്ത വീട്ടുകാർ അല്ലെങ്കിൽ അടുത്ത ഉള്ളത് കുറച്ച് വെള്ളം എടുക്കട്ടെ ചോദിച്ചാൽ ഇതിൽ ഞങ്ങൾക്ക് തന്നെ ഇല്ല എന്നുള്ള ഒരു രീതി സംസാരിക്കാൻ പാടില്ല.
ഉള്ളത് അവർക്കും കുറച്ച് കൊടുക്കുക. വെള്ളം തടയരുത്. വെള്ളം, ഉപ്പ്, തീയൊന്നും തടയാതെ കൊടുക്കണം. ഇത് കൊടുക്കണം. ഖുർആൻ റസൂലുള്ളാഹി പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ 3 വിഭാഗത്തോട് അല്ലാഹു സംസാരിക്കൂല. 3 വിഭാഗത്തോട് അല്ലാഹു സംസാരിക്കൂല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കൂല. 3 വിഭാഗം ആളുകളിലെ ഉള്ളോട് അല്ലാഹു സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓലെ വിചാരണ ചെയ്യൂല എന്നുമല്ല, ഓരോട് ചോദ്യം ചെയ്യൂല എന്നൊന്നുമല്ല, ഓരോടൊരു സന്തോഷത്തോടെ അല്ലാഹു സംസാരിക്കൂല. അവരിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം അല്ലാഹു നോക്കൂല. അതിൽപ്പെട്ട ഒരു വിഭാഗത്തെ റസൂലുള്ളാഹി പറഞ്ഞു, റജുലുൻ മുൻയഫളുമാ, വെള്ളം തടയുക. ബാക്കി വെള്ളം തടയുക, അത്യാവശ്യത്തിനുള്ള വെള്ളം അവനെടുത്തിട്ട് മറ്റൊരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണം എന്നാണ്. അത് തടയുക. അത് തടഞ്ഞാൽ ഓനെ അള്ളാഹു നോക്കൂല. അള്ളാഹ് പറയും, ഫയഖൂലുല്ലാഹ്, അള്ളാഹ് പറയും, അൽയൗമ അംനഉക ഫളലി കമാ മനഅത ഫളല മാലം തഅമൽ യദാക. ഓ മനുഷ്യ, എൻ്റെ മുമ്പിൽ കുറേ അള്ളാഹിൻ്റെ എൻ്റെ ഔദാര്യമാകുന്ന വെള്ളം ഉണ്ടായിനല്ലോ, നീ തടഞ്ഞില്ലേ? എന്ന പോലെ ഇന്ന് ഞാൻ നിനക്ക് വെള്ളം തടയുകയാണ് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സ്വതക്ക ചെയ്യാൻ ഏറ്റവും നല്ല വെള്ളമാണ്. ലൈസ സ്വദഖത്തുൻ അഅ്ളമു അജ്റ മിമ്മാ, വെള്ളത്തിനേക്കാൾ കൂലിയുള്ള ഒരു സ്വതക്കയില്ല. അത്ര ആവശ്യമാണ് വെള്ളം. അഫ്ളലു സ്വദഖതി സഖിയുൽ മാ, ഏറ്റവും അഫ്ളലായ സ്വതക്ക അത് വെള്ളം കുടിപ്പിക്കലാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഹഫറ മാഇൻ ലം തശ്റബ് മിന്നു, അതാ ഒരു മനുഷ്യൻ കിണർ കുഴിച്ചു, കിണർ കുഴിച്ചു, എന്നിട്ട് അതിൽ നിന്ന് മനുഷ്യനോ ജിന്നോ ആരോ പശിയോ ഏത് പശിക്കുഞ്ഞോ മനുഷ്യക്കുഞ്ഞോ ആര് കുടിച്ചാലും ഇല്ലാ ആജുറുഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവനിക്ക് പ്രതിഫലം നൽകിയിട്ടല്ലാതെ ഇല്ല. അന്ത്യനാളിൽ അവൻ അള്ളാഹു പ്രതിഫലം നൽകും. അന്ത്യനാളിൽ അവന് പ്രതിഫലം നൽകും. അള്ളാഹു നമുക്കെല്ലാവർക്കും നന്മ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മാത്രല്ല ഖുർആൻ പറഞ്ഞല്ലോ, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. വെള്ളം എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ജീവൽ പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷികമായ ഒരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. അല്ലാഹു തൗഫീഖ്. അതുകൊണ്ട് അത് സ്വതക്ക ചെയ്യാം. അത് സ്വതക്ക ചെയ്ത് രോഗം പോലും സ്വതക്ക ചെയ്താൽ മാറുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളെ മുതൽ സംരക്ഷിക്കാൻ സക്കാത്ത് മതി, മുതൽ ശുദ്ധിയാക്കാൻ സക്കാത്ത് മതി. എന്നാ വദഊ മർലാക്കും ബിസ്സദഖ, സ്വതക്ക കൊണ്ട് നിങ്ങളുടെ രോഗത്തെ നിങ്ങൾ സുഖപ്പെടുത്തുക. സ്വതക്ക കൊണ്ട് നിങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തിക്കോളൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ റസൂലുള്ളാഹി പറയുമാ മുസ്ലിമിൻ സഖാ മുസ്ലിമൻ അലാ അല്ലാഹ് സഖാഉല്ലാഹു മിനർ റഹീഖിൽ മഖ്തൂം. ഏത് മുസ്ലിമാണ് ദാഹിച്ച ഒരു മുസ്ലിമിന് വെള്ളം കൊടുത്തു, എന്നാൽ അല്ലാഹു തആല റഹീഖിൽ മഖ്തൂം എന്ന് അല്ലാഹു തആല അവനിക്ക് കുടിപ്പിക്കും. അവൻ്റെ ആ സ്വർഗീയ പാനീയത്തിൽ നിന്ന് അല്ലാഹു അവന് വെള്ളം കുടിപ്പിക്കും. കാരണം അത്ര കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ജീവിക്കാനുള്ള അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് വെള്ളം. ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു ഖലഖ കുല്ല ജാബത്തിൻ മിമ്മാ, അല്ലാഹു വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവി സൃഷ്ടിച്ചത്. വമിന്നും മൻ യംശി അലാ ബത്നി, അള്ളാഹു സൃഷ്ടിച്ച ജീവികളെ കൂട്ടത്തിലുണ്ട് അഥവാ വയറിന്മേൽ സഞ്ചരിക്കുന്ന ആളുകൾ, എഴഞ്ഞ് സഞ്ചരിക്കുന്ന പാമ്പിനെ പോലെ. വമിന്നും മൻ യംശി അലാ റിജ്ലൈൻ, 2 കാലിൽ സഞ്ചരിക്കുന്നവരാ ആ ജീവികളിലുണ്ട്, മനുഷ്യരെ പോലെ.
വമിന്നും യംശി അലാ അർബഅ, 4 കാലിന്മേൽ സഞ്ചരിക്കുന്നവർ ആ ജീവികളിലുണ്ട്, മൃഗങ്ങളെപ്പോലെ. അള്ളാഹു പറയുന്നു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. അപ്പം വെള്ളവും മനുഷ്യനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സൂറത്ത് നൂറിൻ്റെ ആയത്തിൽ ഇത് അള്ളാഹു പറയുന്നുണ്ട്. കാരണം വെള്ളം കൊടുക്കുന്ന ജാരിയ സദഖയായിട്ട് റസൂലുള്ളാഹി എണ്ണിയിട്ടുണ്ട്. സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റൈൻ, 7 കാര്യങ്ങൾ, അത് 2 പ്രതിഫലം, 2 ലോകത്തും അത് അതിൻ്റെ ആ ഒരു പുണ്യം, അതിൻ്റെ ആ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും. ഖബറിൽ കിട്ടും. മരിച്ചു എന്നാൽ മുറിഞ്ഞു പോകാത്ത കൂലി. മന്നല്ലമ ഇൽമ, അറിവ് പഠിപ്പിച്ചാൽ, അതുപോലെ ഒരു അജ്റ നെഹ്റ, ഒരു പുഴ ഒഴുക്കിയാൽ, ഔ ഹഫറ ബീറ, ഒരു കിണർ കുഴിച്ചാൽ, ഔ ഖറസ നഖ്ല, ഒരു തോട്ടം ഒരാൾ കൃഷി ചെയ്താൽ, ഔ ബന മസ്ജിദ, പള്ളി നിർമ്മിച്ചാൽ, വർറസ മുസ്ഹഫ, മുസ്ഹഫിനെ ഒരാൾ മറ്റൊരാൾക്ക് ദാനം കൊടുത്താൽ, ഔ തറക വലദൈ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, അഥവാ നല്ല സന്താനം ഒരാൾക്കുണ്ടാവുകയും മരണശേഷം ആ സന്താനം ആ പിതാവിനോ മാതാവിനോ പൊറുക്കലിനെ തേടുകയും ചെയ്താൽ, ഇതൊക്കെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണ്. മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം വെള്ളം കൊടുത്താൽ കൂലി കിട്ടും, മരിച്ചതിന് ശേഷം കൂലി കിട്ടും. ഒരു കിണർ നമ്മൾ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി കൊടുത്തു, അതിൽ നിന്ന് ആളുകൾ വെള്ളം കുടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബീർ റൂമ കിണറിൻ്റെ ചരിത്രം നമുക്കറിയില്ലേ? ഇത്ര ആളുകളാ അതിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കിണർ ഇപ്പോഴും അത് ഉപയോഗമല്ലേ? ഇതിൻ്റെയൊക്കെ പ്രതിഫലം മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ ഖബറിലേക്ക് എത്തുകയല്ലേ. അള്ളാഹു ആ മഹാൻ്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. എത്ര ഭാഗ്യവാനാ. സമ്പത്തുണ്ടായി, എന്നാൽ ആ സമ്പത്ത് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആ ഒരു സുഖം ഖബറിലും പരലോകത്തും അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ. അതല്ലേ യഥാർത്ഥ സമ്പന്നൻ. അതാണ് കിട്ടുന്നത്. റസൂല പറഞ്ഞു, ഒരു കിണർ കുഴിച്ചാൽ അതിൻ്റെ കൂലി കിട്ടും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് കുടിവെള്ളം നമുക്ക് തടയപ്പെടാൻ പാടില്ല. കുടിനീര് എല്ലാവരും ഇതിനു വേണ്ടി സാഹചര്യം ഉണ്ടാക്കട്ടെ, അതിൽ മത്സരിക്കട്ടെ. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മത്സരങ്ങൾ ഉണ്ടാവട്ടെ. അങ്ങനെ പക്ഷി പറവകൾക്ക്, ജീവികൾക്ക്, മൃഗങ്ങൾക്ക്, വഴിയാത്രക്കാർക്ക് എല്ലാവർക്കും വെള്ളം കുടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ വെള്ളത്തിന് വലിയ കാശ് കൊടുക്കേണ്ടി വരും. ഒരു പ്രാവശ്യം മലേഷ്യയിൽ ഇങ്ങനെ ടൂർ പോയ സമയത്ത് അവിടെ പള്ളികളിൽ പോലും വെള്ളം കുടിക്കാൻ വെച്ചിട്ടില്ല. അതുപോലും കാശ് കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കച്ചവട ഉദ്ദേശത്താൽ പള്ളികളിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് പോലും അവിടെ വെള്ളം വെച്ചിട്ടില്ല എന്നർത്ഥം. അതിന് പോലും കാശ് കൊടുത്ത് വാങ്ങണം. അള്ളാഹു അത് നമ്മുടെ നാട്ടിലൊക്കെ അൽഹംദുലില്ലാ ആ വിഷയം എത്രയോ നമ്മൾ ആ വിഷയത്തിലൊക്കെ വലിയ പുരോഗതിയിലാണ്. എവിടെ ചെന്നാലും വെള്ളം കുടിക്കാൻ പറ്റും. പള്ളികളിലോ പൊതുസ്ഥലങ്ങളിലോ ഒക്കെ നമ്മൾ വെള്ളം വലിയ സന്തോഷമാണ്. ഹൈദരാബാദിൽ നമ്മൾ പോയാൽ ഹൈദരാബാദിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഒരുപാട് വെള്ളത്തിൻ്റെ ഡബ്ബകൾ വെച്ചിട്ടുണ്ടാവും, ഗ്ലാസും വെച്ചിട്ടുണ്ടാവും. കുടിക്കാം. ഗവൺമെൻറ് ചിലവിലാണെന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. എന്തായാലും വലിയൊരു കാര്യമാണ്. അങ്ങനെ നാടുകൾ ആ വിഷയത്തിൽ മത്സരിക്കട്ടെ. നല്ല കാര്യങ്ങൾ, വെള്ളം കൊടുക്കുന്ന വിഷയത്തിൽ അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. ടൗണുകളിലൊക്കെ വെള്ളം കിട്ടൂല. ചിലപ്പോൾ വലിയ നഗരങ്ങളിലൊക്കെ വെള്ളം കിട്ടാൻ പ്രയാസപ്പെടും. അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഒരു കുടിവെള്ള സംവിധാനം ഉണ്ടാക്കിയാൽ വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, അതുപോലെയുള്ള ടീമുകൾ ഒക്കെ ഇതിലൊക്കെ അവർക്ക് വലിയ ഒരു നന്മ ചെയ്യാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൊടും ചൂടിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നതിൻ്റെ സുന്നത്ത് ബിസ്മി ചൊല്ലണം. മുസ്ലിങ്ങളോട് പറയുമ്പോൾ ബിസ്മി ചൊല്ലണം. ഇരുന്നിട്ട് കുടിക്കണം.
സംസമാണെങ്കിൽ കഅബക്ക് തിരിഞ്ഞിട്ട് കുടിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിലും അത് 3 പ്രാവശ്യമായിട്ടേ കുടിക്കാവൂ. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് ഒറ്റ ആ ഒരു കുടിക്കാം. പക്ഷേ അതങ്ങനെ പാടില്ല, 3 പ്രാവശ്യമായിട്ട് കുടിക്കുക. വലിയ പാത്രത്തിൽ നിന്നാണ് കുടിക്കുന്നതെങ്കിൽ ആ വലിയ പാത്രത്തിൽ വായ ഇട്ട് കുടിക്കാൻ പാടില്ല. അതൊരു ഗ്ലാസ്സിലാക്കിയാൽ കയ്യിൽ കൊണ്ട് കുടിക്കുക. അങ്ങനെയാണ് എൻ്റെ സുന്നത്ത്. അല്ലെങ്കിൽ ഒഴിച്ച് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയാം. നിന്നിട്ട് ഒരുപാട് തവണ വെള്ളം കുടിച്ചാൽ പേരില്ലാത്ത അസുഖം കൊണ്ട് അവനെ പരീക്ഷിക്കുന്ന ഹദീസിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. വെള്ളം നല്ലോണം കുടിക്കുക. വെള്ളം നമ്മുടെ ശരീരത്തിൽ നല്ലോണം ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളൊക്കെ അത് കൃത്യമായി നടക്കാൻ വെള്ളം ആവശ്യമാണ്. വെള്ളം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എത്തേണ്ടതുണ്ട്. കഠിനമായ ചൂടിലൊക്കെ നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കുക. എന്തെങ്കിലും പ്രയാസം തോന്നുകയാണെങ്കിൽ അത് ചൂടാക്കി കുടിക്കുക. വെള്ളം നല്ല വെള്ളം കുടിക്കുക. വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സംസം കുടിച്ചു കഴിഞ്ഞാൽ ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. എല്ലാവരും ദുആ ചെയ്യണേ പ്രിയമുള്ളവരെ. ഇങ്ങനത്തെ അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ കൂടെ നിൽക്കണേ. എല്ലാവരും ഇത് ഷെയർ ചെയ്യണേ. മറ്റൊന്നിനും അല്ല, ആൾക്ക് അറിവ് കിട്ടട്ടെ. അത് നമുക്കൊരു നന്മയാണല്ലോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.